എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ കടപ്പാടുള്ള ഒരാളാണ് MT വാസുദേവൻ നായർ. എൻ്റെ ആദ്യ പുസ്തകം മാർക്സിസവും അദ്വൈത വേദാന്തവും, അത് എഴുതുന്ന കാലത്ത് എൻ്റെ 10-28 വയസ്സുള്ളപ്പോൾ എഴുതി തുടങ്ങി. അതെല്ലാം തീർത്ത് അത് കഴിഞ്ഞിട്ട് ഇതിനൊരു അവതാരിക എഴുതിക്കണം, ആരെ കൊണ്ട് എഴുതിക്കും എന്ന് വന്ന സമയത്ത് എൻ്റെ സ്നേഹിതനായ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ് നമുക്ക് MT വാസുദേവൻ നായരുടെ അടുത്ത് കൊടുക്കാം, അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാനും ബാലനും കൂടി മാതൃഭൂമി ആപ്പീസിൽ ആദ്യമായിട്ട് കയറുന്നത് അങ്ങനെയാണ്. അവിടെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഫിലോസഫി എനിക്കറിയാത്തൊരു വിഷയമാണ്, ഞാനങ്ങനെ വായിക്കാറുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, അങ്ങനെയുള്ള ഒരാളുടെ അഭിപ്രായത്തിനാണ് ഞാൻ കൂടുതൽ വില നൽകുന്നത്. കാരണം ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. ഏറ്റവും എന്താ പറയേണ്ട, ഒരു ബിഗിനർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ആ പുസ്തകം വായിച്ചിട്ട് അദ്ദേഹം എനിക്കൊരു അവതാരിക ആരുമല്ലാത്ത അപ്രശസ്തനായ അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ പുസ്തകം വായിച്ചിട്ട് ഒരു അവതാരിക എഴുതി തരാൻ ഔദാര്യം കാണിച്ച ഒരാളാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം ഒരു ഫിലോസഫി പുസ്തകത്തിനെ അവതാരിക എഴുതിയിട്ടുള്ളത് എൻ്റെ പുസ്തകത്തിനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവതാരികകളെല്ലാം കൂടി സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച എഡിറ്റർക്ക് എന്നോട് അനിഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ അവതാരിക ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചു. കാരണം അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവതാരിക ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അവതാരികകളെല്ലാം എടുത്തു. പക്ഷേ അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഈ അവതാരിക വരേണ്ടതാണ്. അതെ. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെയാണ് അദ്ദേഹം എന്നോടുള്ള ആദരവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.